നോട്ട് ശ്രേയസ് അയ്യർ, ഇറ്റ്സ് സഞ്ജു സാംസൺ. ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഇന്ത്യൻ 2020 ദേശീയ ടീമിൽ ഒരു വമ്പൻ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത്. സിനിമയെ വെല്ലുന്ന ഒന്നൊന്നര ട്വിസ്റ്റ്. സൂര്യകുമാർ യാദവിന് പകരം ശ്രേയസ് അയ്യരെ 2020 ക്യാപ്റ്റനാക്കുമെന്നും സഞ്ജു സാംസനെ ഏകദിന ഫോർമാറ്റിലേക്ക് കൂടി പരിഗണിക്കുമെന്നുമായിരുന്നു അഭ്യൂഹങ്ങൾ. എന്നാൽ BCCIയുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് സഞ്ജു സാംസൺ ഇന്ത്യൻ 2020 ടീമിന്റെ നായകനാകുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ അതൊരൊന്നൊന്നര ചരിത്രമാകും. കഷ്ടിച്ച് 3 മാസം മുൻപ് വരെ ഫോം ഔട്ടിന്റെയും ബാറ്റിംഗ് ടെക്നിക്കിന്റെയും പേരിൽ പഴിയേറ്റുവാങ്ങിയ പോയി വിരമിക്കുവെന്ന ആക്രോശം ഏറെ കേട്ട ഒരു താരം കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയായതും സിനിമാ കഥയെ വെല്ലും വിധം അവിശ്വസനീയമായി വിശ്വകിരീടം നേടിക്കൊടുത്തതും പിന്നീട് രാജ്യത്തെ നയിക്കാൻ പോകുന്നതും അബ്സല്യൂട്ട് സിനിമ. ധീരമായ തീരുമാനങ്ങൾ ഏറെ എടുത്തിട്ടുണ്ട് അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി. സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും പോലും ഇളവ് നൽകിയിട്ടില്ല അഗാർക്കറും ഗംഭീറും. പോസ്റ്റർ ബോയ് പരിവേഷമുണ്ടായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ 2020 നിന്ന് വെട്ടാൻ പോലും ധൈര്യം കാണിച്ചു. ടെസ്റ്റിലൊഴികെ മറ്റ് ഫോർമാറ്റിലെല്ലാം മികച്ച റിസൾട്ട് ഉണ്ടാക്കിയതോടെ ആരും ചോദ്യം ചെയ്യാനുമില്ല. 1 വർഷത്തേക്ക് കൂടി BCCI അജിത് അഗാർക്കറിന്റെ കാലാവധി അങ്ങനെ നീട്ടി നൽകി. അഗാർക്കറിനും ഗംഭീറിനും സ്വീകാര്യനാണ് സഞ്ജു സാംസൺ. സൂര്യകുമാർ യാദവിന് ശേഷം ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം സഞ്ജുവാണെന്ന് അഗാർക്കറുടെ സെലക്ഷൻ കമ്മിറ്റി വിലയിരുത്തുന്നു. ശ്രേയസ് അയ്യരെ ആദ്യം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും സഞ്ജു അവഗണിക്കാനാവാത്ത വിധം വളർന്നു. ലോകകപ്പിലെ മാന്ത്രിക പ്രകടനം IPLലും ആവർത്തിച്ചതോടെ സഞ്ജുവിൽ തന്നെ വിശ്വാസമർപ്പിക്കാൻ അഗാർക്കറും ഗംഭീറും തയ്യാറായി. നിലവിൽ ഇന്ത്യയുടെ 2020 റഡാറിന് പുറത്തുള്ള ശ്രേയസ് നേരെ ക്യാപ്റ്റനായി വരുന്നതിലുള്ള ഔചിത്യ പ്രശ്നവും BCCIക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററായി തിരിച്ചെത്തി ശ്രേയസിനെ നിരീക്ഷിക്കും. നിർണായക സമയത്ത് തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള സഞ്ജുവിൻ്റെ ക്വാളിറ്റിയാണ് സെലക്ഷൻ കമ്മിറ്റിക്ക് വലിയ മതിപ്പുണ്ടാക്കിയത്. ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള ന്യൂസിലൻഡിനെതിരായ സീരീസിൽ വെറും 46 റൺസ് മാത്രമെടുത്ത് നിരാശപ്പെടുത്തിയ താരമാണ് സഞ്ജു സാംസൺ. ബാക്ക്ഫൂട്ടിലെ പ്രശ്നങ്ങളടക്കം മുതിർന്ന താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിറ്റുകളുമെല്ലാം വലിയ വിമർശനവും ഉന്നയിച്ചു. ലോകകപ്പിൽ വാട്ടർ ബോയിയായി തുടങ്ങിയ സഞ്ജു അഭിഷേക് ശർമ്മയ്ക്ക് ഇടയ്ക്കൊരു അസ്വസ്ഥത വന്നതോടെ 11-ൽ ഇടം പിടിക്കുന്നു. വീണ്ടും പുറത്താകുന്നു. ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡർമാരെ ഓഫ് സ്പിന്നർമാരെ വെച്ച് വീഴ്ത്തി തുടങ്ങിയതോടെ ഇന്ത്യക്ക് മുന്നോട്ട് പോക്ക് ദുഷ്കരമായി. പാഡ് കവചമാക്കി ബാറ്റ് പടവാളാക്കി വന്ന സഞ്ജു പിന്നീട് അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ സൈന്യാധിപനായി. സഞ്ജുവിന് ഓരോ മത്സരവും നോക്കൌട്ടായിരുന്നെങ്കിലും സമ്മർദ്ദങ്ങളൊക്കെ കാറ്റിൽ പറത്തി ഇന്ത്യയെ അദ്ദേഹം മുന്നോട്ട് നയിച്ചു. ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ വിർച്വൽ ക്വാർട്ടർ ഫൈനലിൽ സഞ്ജു നേടിയ 97 റൺസ് ഇന്ത്യയെ സെമിയിലെത്തിച്ചു. വാങ്കഡയിൽ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു നേടിയ 89 റൺസ് ഇന്ത്യയെ ഫൈനലിലും എത്തിച്ചു. അപ്പോഴേക്ക് സഞ്ജുവിന് ഹീറോ ഇമേജ് രാജ്യമാകെ വന്നിരുന്നു. ഫൈനലിൽ അഹമ്മദാബാദിൽ നേടിയ 89 റൺസ് ഇന്ത്യക്ക് കിരീടവും സമ്മാനിച്ചു. 2 ആഴ്ച മുമ്പ് ചിത്രത്തിലെ ഇല്ലാതിരുന്ന ഒരാൾ വന്ന് ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് തൂക്കുന്നു. സ്വപ്നത്തിൽ പോലും ഇത് കാണുന്നതിന് പരിധിയുണ്ടായിരുന്നു. സഞ്ജു അത് യാഥാർത്ഥ്യമാക്കി. ഈ കരുത്ത് കണ്ടിൽ നിന്ന് നടിക്കാൻ സെലക്ടർമാർക്ക് ആവുമായിരുന്നില്ല. IPLന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗ്ലാമറായ ഡീലിനൊടുവിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോയ സഞ്ജു അവിടെയും തൻ്റെ വിന്നും ഫോം ആവർത്തിച്ചു. പരിക്കിൽ വലയുന്ന ടോപ്പ് ഓർഡറിൽ ക്വാളിറ്റി ബാറ്റർമാരുടെ കുറവുള്ള ടീമിനെ സഞ്ജു വീണ്ടും മുന്നിൽ നിന്ന് നയിക്കുകയാണ്. 2 സെഞ്ചുറി ഇതിനകം നേടിക്കഴിഞ്ഞു. ഡൽഹിക്കെതിരായ ചേസിംഗിൽ 87 റൺസുമായി ടീമിനെ ജയത്തിലെത്തിച്ച സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ലോകകപ്പിലെ പ്രകടനത്തോടൊപ്പമാണ് പണ്ഡിറ്റുകൾ ചേർത്തുവെക്കുന്നത്. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ ഘടകങ്ങൾ സഞ്ജുവിന് വലിയ അനുഗ്രഹമാണ്. ഏറ്റവും പ്രധാനം സഹതാരങ്ങളുമായുള്ള മികച്ച ബന്ധമാണ്. സഞ്ജുവിനെ പോലെ ഇന്ത്യൻ ടീമിൽ എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന മറ്റൊരു താരമില്ല. ഗ്രൂപ്പിസം എല്ലാ കാലത്തും വേട്ടയാടാറുള്ള ഇന്ത്യൻ ടീമിൽ എല്ലാവരുമായും സഞ്ജു ഒരേ സൗഹൃദം കാത്തു സൂക്ഷിക്കാറുണ്ട്. മറ്റു താരങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ള പൊസിഷൻ കൈവരുമ്പോൾ സമ്മർദ്ദത്തിന് അടിപ്പെടുന്ന പ്രശ്നം സഞ്ജുവിനില്ല. ക്യാപ്റ്റൻ സ്ഥാനത്തെത്തിയാൽ പോലും സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിനെ അത് പ്രതികൂലമായി ബാധിക്കാറുമില്ല. രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായിരുന്ന സഞ്ജു സാംസൺ ടീമിനെ ബാറ്റ് കൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചതൊക്കെ നമുക്കറിയാം. ക്യാപ്റ്റൻ എന്ന നിലയിൽ ധോണിയെയും രോഹിത്തിനെയും പോലെ പെട്ടെന്ന് തന്ത്രങ്ങൾ ഒരുക്കാൻ മിടുക്കനാണ് സഞ്ജു. ഒപ്പം ആഘോഷങ്ങളിൽ അഭിരമിക്കാതെ കാം ആൻഡ് കൂളായി നിൽക്കുന്ന ധോണി സഞ്ജു കമ്പാരിസൺ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാടുണ്ട്. ഗേൾഫ്രണ്ട്സുമായും ഭാര്യയുമൊത്തും ഗ്രൗണ്ടിൽ കിരീടം നേടിയ ശേഷം ഇന്ത്യൻ താരങ്ങൾ ആഘോഷിച്ചപ്പോൾ ഹർഷ ബോഗ്ലെയ്ക്കൊപ്പം പോഡിയത്തിലിരുന്ന് അദ്ദേഹത്തോട് ഇരിക്കാൻ ആവശ്യപ്പെട്ട് സംസാരിക്കുന്ന സഞ്ജുവിൻ്റെ ചിത്രങ്ങളും ആരാധകർ വലിയ രീതിയിൽ ചർച്ചയാക്കിയിരുന്നു.
ആ സിംപ്ലിസിറ്റി തന്നെയാണ് അതിർത്തികൾ മായ്ച്ചുകൊണ്ട് സഞ്ജുവിന് വൻ പോപ്പുലാരിറ്റി നൽകുന്നതും. IPL ശേഷം നടക്കുന്ന അയർലൻഡ് ഇംഗ്ലണ്ട് സീരീസുകളിൽ സഞ്ജു ഇന്ത്യയെ നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയാണ് IPL കഴിഞ്ഞ ഉടൻ ഇന്ത്യക്ക് കളിക്കാനുള്ളത്. അതിൽ ഒരു ടെസ്റ്റും 3 ഏകദിനവുമാണുള്ളത്. അതിനുശേഷം അയർലൻഡിനെതിരെ 2 2020 പരമ്പര, ശേഷം ഇംഗ്ലണ്ടിനെതിരെ 5 2020 മത്സരങ്ങൾ. ലോകകപ്പ് നേടിയ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അയർലൻഡ് പരമ്പരയിൽ മാത്രം സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിലനിർത്തിയാലും സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റനായി നിയമിക്കാനാണ് സാധ്യത. 35 പിന്നിട്ട സൂര്യകുമാർ യാദവിന് പ്രായം മാത്രമല്ല പ്രശ്നം, ഫോമും മുഖം തിരിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് തിരിച്ചുവരവിൻ്റെ ഒരു സൂചന തന്നെങ്കിലും എല്ലാം അസ്തമിച്ചു. IPL സ്ഥിതി വ്യത്യസ്തമല്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ മികവ് കാട്ടുമ്പോഴും സൂര്യയുടെ വ്യക്തിഗത ഫോമാണ് കടുത്ത തീരുമാനങ്ങളെടുക്കാൻ സെലക്ടർമാരെ പ്രേരിപ്പിക്കുന്നത്. 2020 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 242 റൺസാണ് സൂര്യ നേടിയത്. എന്നാൽ ഇതിൽ തന്നെ താരതമ്യേന ചെറിയ ടീമുകൾക്കെതിരെയായിരുന്നു സൂര്യ തിളങ്ങിയത്. ഫൈനലിൽ ഉൾപ്പെടെ വൻ ടീമുകൾക്കെതിരെ സൂര്യയുടെ ബാറ്റ് സമ്മർദ്ദത്തിനടിപ്പെട്ടു. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ IPL സീസണിൽ മുംബൈ ഇന്ത്യൻസിനായി ഇതുവരെ 10 മത്സരങ്ങളിൽ നിന്ന് 195 റൺസ് മാത്രമാണ് സൂര്യക്ക് നേടാനായത്. മാത്രമല്ല, പരിക്കിന്റെ പിടിയിലാണെന്നും കൈത്തണ്ടക്കേറ്റ പരിക്കിനെ തുടർന്ന് വേദന സഹിച്ചാണ് സൂര്യ ബാറ്റ് ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് ബാറ്ററായി പോലും സൂര്യയെ പരിഗണിക്കാനിടയില്ല. ഇനി സഞ്ജു മാത്രമല്ല, രാജസ്ഥാന്റെ വെടിക്കെട്ട് താരം ഇന്ത്യയുടെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി അയർലൻഡിനെതിരെ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. സച്ചിൻ തെണ്ടുൽക്കറുടെ പേരിലുള്ള ആ റെക്കോർഡ് മറികടന്ന് വൈഭവ് ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ ക്യാപ്റ്റൻ്റെ സ്ഥാനത്ത് നിന്ന് ക്യാപ്പ് നൽകാനുള്ളത് നമ്മുടെ സഞ്ജു ആയിരിക്കും. അന്തസ്. സഞ്ജുവിൻ്റെ പ്രിയപ്പെട്ട പാട്ടാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. മുൻപ് ആദ്യ ലോകകപ്പിലേക്ക് വിളിയെത്തിയപ്പോൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമെന്നായിരുന്നു സഞ്ജു ഇന്ത്യൻ ജേഴ്സിക്കൊപ്പം ചേർത്ത അടിക്കുറിപ്പ്. പിന്നെ അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായമെന്നും അടുത്ത പോസ്റ്റ് ഇട്ടു. സഞ്ജുവിന് ക്യാപ്റ്റൻ്റെ കുപ്പായം അണിയുമ്പോൾ ആ പാട്ടിലെ തന്നെ അടുത്തൊരു വരിയാണ് ഏറ്റവും ഉചിതമാകുക. അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും.